രണ്ട് കൊച്ചു പിള്ളേര് ചെരുപ്പൊന്നും ഇടാതെ സ്കൂളിലോട്ട് പോണ ഒരു ദയനീയമായ കാഴ്ച. പെട്ടെന്ന് എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നെങ്കിലും ആ കുട്ടികൾ വന്ന വീട് ഒന്ന് കാണണമെന്ന് എന്റെ മനസ്സിനകത്ത് ഒരു ഉൾവിളി. പിള്ളേര് കയറി വന്ന വഴി തന്നെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് നടന്നു. അങ്ങനെ ആ വീട്ടിലോട്ട് ഞങ്ങൾ കയറി. ആ കട്ടിലിന്റെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയിലൊക്കെ വെച്ചിട്ട് 2025 ആരും ഇത്ര സ്ട്രഗിൾ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഈ കാണുന്നതാണ് ഈ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഉള്ളത് അവര് ഭയങ്കര വൃത്തിയായിട്ട് വെടിപ്പായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങള് ഹോട്ടലിൽ കയറി ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മൊബൈലിൽ ഇങ്ങനെ പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പിള്ളേരുടെ വീഡിയോ എനിക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ മക്കളുടെ അടുത്ത് പറഞ്ഞു, മക്കളെ, നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ നമുക്കൊരു വീട്ടിൽ ഇറങ്ങണം, നിങ്ങൾ അവരെ അവസ്ഥ ഒന്ന് കാണണം. ഇതേ ഹോട്ടലിൽ ഞങ്ങൾ കഴിച്ച ഇതേ ആഹാരം ആ പിള്ളേർക്ക് ഞങ്ങൾ മേടിച്ച് അവരെ വീട്ടിൽ രാത്രി 9:40 ഞങ്ങൾ കൊണ്ടെത്തിച്ച്. ഈ മക്കള് ഇവരാരും ഒരു വക കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ കൊണ്ടുകൊടുത്ത ആഹാരം അവര് ആർത്തിയോടെ കഴിച്ചപ്പോ സത്യം പറഞ്ഞാൽ എന്റെ രണ്ട് മക്കളെ കണ്ണീരിങ്ങനെ പറഞ്ഞു. എന്റെ രണ്ട് മക്കളും പറഞ്ഞെന്ന് വെച്ചാൽ അവരെ കമ്മല് ഊരി തരാം, പപ്പ കൊണ്ട് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ടോ പപ്പ അവർക്ക് വാതിൽ കെട്ടുകൊടുക്കുമെന്നാണ് എന്റെ അടുത്ത് എന്റെ മക്കള് ചോദിച്ചത്. പക്ഷെ അവർക്ക് അറിഞ്ഞൂടല്ലോ വാതിൽ മാത്രം പോരാ, ആ വീടേ മാറണം എന്നുള്ളത്. എന്തായാലും ഞാൻ എന്റെ കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ സംസാരിച്ച് അവരെന്നെ കുറെ കാര്യമായിട്ട് നമുക്ക് അവരെ സഹായിക്കാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടു. ഉറപ്പായിട്ടും 2 മാസത്തിനകത്ത് അവർക്കൊരു വീട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ.